എൻ്റെ പേര് ദാമോദരൻ, സ്ഥലം വൈക്കം. എനിക്ക് അറിയേണ്ടത് മരണം സംഭവിക്കുന്നുണ്ടോ, അങ്ങനൊരു പ്രക്രിയ ഉണ്ടോ പ്രപഞ്ചത്തിൽ? ഉണ്ട് എങ്കിൽ ജീവൻ എന്ന് നമ്മളെല്ലാവരും പറയുന്ന അതെന്തോ, അതെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്താണ് അവസ്ഥ? ഇതേക്കുറിച്ചൊന്ന് അറിഞ്ഞുകൊള്ളാമായിരുന്നു. ബഹുമാന്യനായ ദാമോദരേട്ടന്റെ ചോദ്യം, മരണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ ജീവൻ എവിടെ പോകുന്നു എന്നതാണ്. നമ്മുടെ വിഷയാവതരണത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ മരണം എന്നത് സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ആ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇസ്ലാം പഠിപ്പിക്കുക, പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യം, സൃഷ്ടികർത്താവായ തമ്പുരാനാണ് നമുക്ക് ജീവന ദാനം ചെയ്തവൻ. ജീവൻ എന്നത് പടച്ചവന്റെ ഒരു ദാനമാണ്. ആ പടച്ചവനിലേക്ക് ജീവൻ തിരിച്ചു പോകുന്നു. പടച്ച തമ്പുരാൻ നമ്മളാക്കിയ ആത്മാവ് നമുക്ക് നൽകി. ആത്മാവും ജീവനും ഒന്നാണോ അല്ലേ എന്നുള്ള ചർച്ച വേറെയുണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമ്മളാക്കിയ കോശപ്രതിഭാസം അല്ലാത്ത നമ്മളാക്കിയ ആത്മാവ്, അത് പടച്ചവന്റെ ദാനമാണ്. അത് പടച്ചവനിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവനായി തീരുന്നു എന്നല്ല, മറിച്ച് മനുഷ്യർക്ക് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള അവകാശവും അധികാരവും നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞയച്ചു. മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകാൻ കഴിയും, തിന്മ ചെയ്തുകൊണ്ട് അധമനാകാനും കഴിയും. വേറെ ഒരു ജീവിക്കും അത് സാധ്യമല്ല. വേറെ ആ ജീവിക്കെല്ലാം അവക്ക് നൽകപ്പെട്ട ഒരു മാർഗമുണ്ട്, അതനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കണോ. ഒരു നല്ല സിംഹവും ചീത്ത സിംഹവും ഇല്ല, ഒരു നല്ല മാനും ചീത്ത മാനും ഇല്ല. ഇതെല്ലാം ചിലപ്പോൾ ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും ഉണ്ടാകും, യഥാർത്ഥത്തിലില്ല. അവയെന്താ? നമ്മുടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് അവ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ധർമ്മശാസ്ത്ര പ്രകാരം പറഞ്ഞാൽ അവ ദൈവം അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു മാർഗമുണ്ട്, അതനുസരിച്ച് പോകണു, മാറാൻ സാധ്യമല്ല. എന്നാ മനുഷ്യൻ അതല്ല. മനുഷ്യന് നന്മ ചെയ്ത് ഉന്നതനാകാൻ കഴിയും, അവനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരുപാട് പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയും. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെ നേട്ടങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച നേട്ടങ്ങളാണ്. പക്ഷേ അതേ ഭൂമിയെ ഇതേപോലെയുള്ള 5000 ഭൂമികളെ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യന് കഴിയും. മനുഷ്യന് നന്മയിൽ ഉന്നതനാകാൻ കഴിയും, തിന്മയിൽ അധമനാകാനും കഴിയും. നമ്മൾ വായിച്ചു, സ്വന്തം പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി ആ പെൺകുട്ടിയെയും ഭാര്യയെയും മറ്റ് 3 മക്കളെയും കഴുത്ത് നെരിച്ച് കൊന്നുകളഞ്ഞ മനുഷ്യനെ നമ്മൾ പറയും മൃഗീയം. അത് പറയരുത്, മൃഗങ്ങൾ കേട്ടാൽ നാണിച്ചു. ചിലപ്പോ മൃഗങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ചിലപ്പോ കോടതി നമുക്കിതിൽ കേസ് കൊടുത്തു, മൃഗീയം എന്നല്ല നമ്മൾ പറഞ്ഞ. മനുഷ്യനെ കഴിയൂ, ഇത് മനുഷ്യന് മാത്രമേ സാധിക്കൂ ഇത്ര അധമനാകാൻ. അപ്പോ ഈ മനുഷ്യന്റെ 2 തലങ്ങളുണ്ട്. അതിന് മനുഷ്യന് കഴിയുന്നത് മനുഷ്യന്റെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള കഴിവാണ്. മനുഷ്യന് നന്മ തെരഞ്ഞെടുക്കാനും തിന്മ തെരഞ്ഞെടുക്കാനുള്ള കഴിവാണ്. ആ തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്കും അതുകൊണ്ടുണ്ടാകുന്ന നന്മകൾക്കും നമുക്ക് പ്രതിഫലം കിട്ടിയേ പറ്റൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ നിയമങ്ങളും സംവിധാനങ്ങളുമാണ് അല്ലേ? റോട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചുവന്ന ലൈറ്റ്, പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, ഇങ്ങനെ എന്തൊക്കെ, പോലീസ്, ക്യാമറ, പലതും, കോടതി, പള്ളിക്കൂടങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ. മനുഷ്യന് ഒരു വർഗത്തിന്, മനുഷ്യൻ എന്ന വർഗത്തിന് ഇതല്ല ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാട്ടിൽ നോക്കങ്ങൾ 10,000 ജന്തുജീവജാലങ്ങൾ, അവ തിന്നും തീറ്റിച്ചും തന്നെ ജീവിക്കുന്നു. പക്ഷെ വല്ല കുഴപ്പമുണ്ടോ?
കാട്ടിലെ ക്രമസമാധാന നില തകർന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു നടപടി ആവശ്യമായി വന്നിട്ടില്ല. സമുദ്രത്തിൽ നോക്കൂ നിങ്ങൾ, നമ്മളറിയാത്ത 10,000 ജീവവർഗങ്ങൾ. അവിടെ ക്രമസമാധാന നില തകരുന്നില്ല, പ്രശ്നമില്ല, ഒരു നിയമവും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഭൂമിയിലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 5 മിനിറ്റ് നേരം ഈ ഭൂമിയിൽ ആരും പേടിക്കേണ്ട, ഒരു നിയമവും ആരും അനുസരിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ള പോലെ 5 മിനിറ്റ് എല്ലാവർക്കും ജീവിക്കാം എന്ന് എങ്ങാനും ലോകത്തെല്ലാ ഭരണ സംവിധാനങ്ങളും തീരുമാനിച്ചാൽ ചിലപ്പോൾ ഭൂമി തന്നെ ബാക്കിയുണ്ടാവില്ല. ഇതെന്തുകൊണ്ടാ? മനുഷ്യന്റെ സവിശേഷതയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടിയേ തീരൂ. അവനാണ് നന്മ ചെയ്യാനും കഴിയും, തിന്മ ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിക്ക് വേണ്ടി മരണത്തിന് ശേഷം നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത് നമ്മളല്ലല്ലോ, നമ്മളാരുമല്ല നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും കോലൊന്നും അല്ല ആവുക, അല്ലെ? നമ്മളെ സൃഷ്ടിക്കാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞാൻ എങ്ങനെയാകണം എന്നുള്ളത്, എന്റെ മുഖം എങ്ങനെയാകണം, കണ്ണെങ്ങനെയാകണം, കാതെങ്ങനെയാകണം എന്നെല്ലാം എനിക്ക് സങ്കല്പങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് സ്രഷ്ടാവായ തമ്പുരാൻ. ആ സ്രഷ്ടാവായ തമ്പുരാൻ നമ്മളെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. സംശയം ചിലപ്പോൾ ഉണ്ടാകാം നമുക്ക്. ആ ഖുർആനിന്റെ സവിശേഷത നമ്മുടെ സംശയങ്ങളെ മുഴുവനും ദൂരീകരിക്കുന്നു എന്നുള്ളതാണ്. പുനരുജ്ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണോ? ഖുർആൻ ചോദിക്കുന്നു. നിങ്ങൾ സംശയിക്കാരാണോ? എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നോക്കുക മരുഭൂമിയിലേക്ക്. ആ മരുഭൂമിയിൽ ഒരല്പം പോലും ജീവന്റെ ലക്ഷണമില്ലല്ലോ. മുഴുവനും മരുപ്പറമ്പല്ലേ, അവിടെ ജീവന്റെ ലക്ഷണം ഒന്നുമില്ല. പക്ഷേ ഒരു മഴ പെയ്യുമ്പോ അവിടെ അതാ ചെടികൾ തളിരിട്ട് വളരുന്നു. എന്റെ ജീവന്റെ ഒരു ലക്ഷണവും കാണിക്കാത്ത അവിടെ ജീവൻ അങ്കുരിക്കുന്നത് എവിടെ നിന്ന്? സട്ടാവായ തമ്പുരാന്റെ ഒരു നിയമം. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടി? കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി. ഖുർആൻ ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖുർആന്റെ ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ എല്ലുകളും പൊടികളുമായി കഴിഞ്ഞാൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പടച്ച തമ്പുരാന് സാധ്യമല്ല എന്ന്? എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും അതേപോലെ സൃഷ്ടിക്കാൻ പടച്ചവന് കഴിയും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി എന്ന് പറയുന്ന നിരക്ഷരനായ ഒരു മനുഷ്യന്റെ പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ചത്. വചനത്തിന്റെ സവിശേഷത ഏതാണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെപ്പോലെ ശാസ്ത്രബോധമോ അതല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ ഇല്ലാത്തൊരു കാലഘട്ടത്ത് ജീവിച്ച നിരക്ഷരനായി ജനിച്ച് ജീവിച്ച് അവസാനം വരെ കഴിഞ്ഞു പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ലോകം കേട്ടത് പറയുന്നത് നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും അതേപോലെ സൃഷ്ടിക്കാൻ കഴിയും. എന്താ വിരൽത്തുമ്പുകളുടെ സവിശേഷത? വിരൽത്തുമ്പുകളുടെ സവിശേഷത എന്താ ഇന്ന് നമുക്കറിയാം. ലോകത്തുള്ള കോടാനുകോടി 600 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ മുഴുവനും വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണ്. ഈ വിരൽത്തുമ്പുകളെല്ലാം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ വിരൽത്തുമ്പുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ തമ്പ് ഇംപ്രഷൻ ഒപ്പിന് പകരം വിരൽ അടയാളം വെക്കുന്നത്. ആ വിരൽത്തുമ്പുകളിലെ വ്യത്യാസം പോലും പടച്ചവൻ പുനഃസൃഷ്ടിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണെന്ന് നമ്മൾ പഠിച്ചത് എപ്പോഴാ? 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. എങ്ങനെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച, ഞാൻ പറഞ്ഞ പോലെ നിരക്ഷരതയുടെ നാട്ടിലെ ഒരാൾക്ക് ഈ വിരൽത്തുമ്പുകളെല്ലാം വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി? ഉത്തരം, അത് അദ്ദേഹത്തിന്റെ പദമല്ല എന്നാണ്.
ഇത് നമ്മുടെ വിരൽത്തുമ്പുകളിലെ വ്യത്യസ്തത സൃഷ്ടിച്ച പടച്ചവന്റെ പദങ്ങളാണ്. ആ പടച്ചവനാ പറയുന്നത്, വ്യത്യസ്തമായ വിരൽത്തുമ്പുകളെ സൃഷ്ടിച്ച പടച്ചവൻ ആ വിരൽത്തുമ്പുകളുടെ വ്യത്യസ്തത പോലും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ പുനഃസൃഷ്ടിക്കും. അതേ, പുനരുജ്ജീവനം എന്നത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാം പറയുന്നത് മരണത്തോടുകൂടി നമ്മുടെ ആത്മാവ് പടച്ചവനിലേക്ക് തിരിച്ചു പോകുന്നു. നമ്മളെ ആദ്യം സൃഷ്ടിച്ച പടച്ചവൻ നമ്മളെ പുനരുജ്ജീവിപ്പിക്കും, കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നതിന് വേണ്ടി. ആ പ്രതിഫലത്തിന്റെ നാളുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. ഖുർആൻ വായിച്ചാൽ, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ കടന്നുപോയാൽ മരണാനന്തര ജീവിതം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അത് പഠനത്തിന് വിധേയമാക്കണമെന്നാണ് ദാമോദരേട്ടനെ പോലെയുള്ള ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.